അത്യശാലങ്കൃതമായിരിക്കുന്ന സദസ്സന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. आप सबको और जितने यहाँ पर उपस्थित खुदा के खादिमों को जय मसीह की देता हूँ. കർത്താവിന്റെ വചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തുതിയും खुदावंद के कलाम के सामने एक और बार उपस्थित होने में खुदा ने मदद की, उसके लिए धन्यवाद. ഈ വിലപ്പെട്ട സമയം ചില നിമിഷങ്ങൾ വചന ശുശ്രൂഷയ്ക്കായി എനിക്ക് വേണ്ടി വേർതിരിച്ച ഈ കൺവെൻഷന്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയംഗമായ എൻ്റെ നന്ദിയെ ഞാൻ ഈ സഭയിൽ इस खिदमत के लिए मुझे नियुक्त किया और इसके तमाम जिम्मेवार लोगों को मैं धन्यवाद देता हूँ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. और अब तक खुदावंद के कलाम हम सुन रहे थे. നാം ഇപ്പോഴായിരിക്കുന്നത് ഒരു ശുശ്രൂഷകന്മാരുടെ മീറ്റിംഗിലാണ് എന്ന ഉത്തമമായ ബോധ്യം എന്നെ ഭരിക്കുന്നുണ്ട്. और अब हम यहाँ पर जितने भी बैठे हैं सेवक लोग हैं, सेवकों के बीच में मैं खड़ा हूँ, ये मैं जानता हूँ. കഴിഞ്ഞ 2 സെക്ഷനുകളായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നാം കേട്ടുകൊണ്ടിരുന്നു. और पिछले 2 सेक्शन में बहुत अच्छी तरह अच्छे कलाम हम सुना. ഈ സുവിശേഷ യോഗത്തിൽ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകന്മാരുടെ ഈ യോഗത്തിൽ ക്രിസ്തീയ ശുശ്രൂഷയും ദൈവിക ബോധ്യവും എന്ന വിഷയത്തെ ആധാരമാക്കി ചില മിനിറ്റുകൾ സംസാരിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. और मैं आपके बीच में इन बातों के बारे में बताना चाहता हूँ. मसीही खिदमत और उस खिदमत का लक्ष्य, उन विषयों के बारे में बताना चाहता हूँ. അപ്പോസ്തലരുടെ പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യം ഇതിനാധാരമായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. प्रेरितों के काम 13 अध्याय उसके 22 आयत, इसके आधार पर मैं पढ़ना चाहता हूँ. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. Praise the Lord. വളരെ പരിചയമായ ഒരു വേദഭാഗമാണ് നാം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. ये जो पढ़ा हुआ वचन हम सब अच्छी तरह जानते हैं. സുവിശേഷകന്മാരെ സംബന്ധിച്ച്, ശുശ്രൂഷകന്മാരെ സംബന്ധിച്ച് വളരെ ആവേശം നൽകുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തലരുടെ പുസ്തകം. प्रेरितों के काम में खास तौर पर खिदमतकारों के लिए उत्तेजन देने वाला काफी वचन लिखा हुआ है. പരിശുദ്ധാത്മാവിന്റെ ആഗമനവും ദൈവസഭയുടെ സ്ഥാപനവും, അതുപോലെ തന്നെ ദൈവസഭ യെരുശലേമിൽ തുടങ്ങി അത് യഹൂദയിലേക്ക്, ശമരിയയിലേക്ക്, ഭൂമിയുടെ അറ്റത്തോളം എത്തുന്ന ഒരു നീണ്ട ചരിത്രമാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ നാം മനസ്സിലാക്കുന്നത്. प्रेरितों के काम में पवित्र आत्मा किस प्रकार जगत में उतर आया, लोगों के बीच में काम की, यरूशलेम से लेकर खिदमत किस प्रकार आगे बढ़ा, उसके बारे में लिखा है. ക്രിസ്തീയ സഭയുടെ സ്ഥാപനവും അതോടൊപ്പം ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളും സഭയുടെ വളർച്ചയും ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. और कलीसिया के जो है शुरुआत और कलीसिया के बढ़ोतरी और कलीसिया के कई काम हम उसमें देख सकता है. ഈ പുസ്തകം പഠിക്കുന്നതിന് ഏറ്റവും പ്രധാനമായി ദൈവദാസന്മാർ ഉപയോഗിക്കുന്നത് 3 കാലഘട്ടങ്ങളായി ഈ പുസ്തകത്തെ വേർതിരിച്ചുകൊണ്ടാണ്. और प्रेरितों के काम के किताब पढ़ने के लिए 3 युग या 3 समय या 3 काल के बारे में हम देखना पड़ता है. उस हिसाब से इसको पढ़ा जाता है. അപ്പോസ്തലനായ പത്രോസിന്റെ കാലഘട്ടം, സ്തേഫാനോസിന്റെ കാലഘട്ടം, അപ്പോസ്തലനായ പൗലോസിന്റെ കാലഘട്ടം. अब देखें, पतरस के समय, स्तेफानोस के समय और पौलोस के समय, ये तीनों समय के बारे में भी हमें देखना चाहिए. ഇതിൽ നിന്നൊരു ദൈവിക ദൂത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. और इसमें से एक खुदा का संदेश जरूर जाहिर होता है. ദൈവം നമുക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. और हम ये समझना खुदावन हमारे लिए नियुक्त किया हुआ एक समय है. ഇന്നലെ രാത്രി ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ദൈവദാസൻ പറഞ്ഞ ഒരു വാക്ക് എന്നെ വല്ലാതെ ആകർഷിച്ചു. कल रात को खुदा के कलाम का प्रचार होते समय बताया हुआ एक वचन मेरे अंदर बहुत ही स्पर्श किया है. അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ കിട്ടിയ നിമിഷങ്ങളെ കുറിച്ച് താൻ പറഞ്ഞത് ഇന്നലെകളിൽ ദൈവം തന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ സമയം എന്നുള്ളതാണ്. और उसने अपने खिदमत के बारे में कहा, खुदा ने मुझसे बातें की, उस समय जब पहुंचा मैं खिदमत में खड़ा हूं. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശുശ്രൂഷകന്മാരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സമയമുണ്ട്, ഒരു കാലഘട്ടമുണ്ട്.
और आज खुदावंत के आत्मा का प्रेरणा के द्वारा मैं आपको बताना चाहता हूं, सेवकों, खुदा ने आपके लिए, मेरे लिए एक नियुक्त समय दिया हुआ है. ഇന്നലെകളിൽ അനേക ദൈവദാസന്മാരിലൂടെ നീ കേട്ട വാഗ്ദത്തങ്ങളും ദൈവം നിന്നോട് നേരിട്ട് പറഞ്ഞ ദൈവത്തിന്റെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾ അത് വെളിപ്പെടാനുള്ള സമയങ്ങൾ ഏറ്റവും ആഗതമായിരിക്കുകയാണ്. पिछले दिनों में परमेश्वर के आत्मा हमारे खिदमत के बारे में जो भी कहा है वो वचन पूरा होने का समय निकट है. പിന്നിട്ട് പോയ നിമിഷങ്ങളെ കുറിച്ച് ഭാരപ്പെടാതെ വരുന്ന നിമിഷങ്ങൾ ദൈവം എന്നെ ഉപയോഗിക്കുന്ന നിമിഷങ്ങളാണ്. 2024 എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്ന വർഷങ്ങളാണെന്ന് ആത്മാവിൽ പറയുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ നിവൃത്തി നിന്റെ ജീവിതത്തിൽ നീ കാണുന്ന നിമിഷങ്ങളായി മാറും. बीता हुआ समयों को अफसोस ना करते हुए आने वाले दिनों में खुदावंद मेरे लिए काम करेगा, खुदा मुझे इस्तेमाल करेंगे. 2024 साल मेरे जीवन में एक बरकत का साल और खिदमत का साल समझकर हम आगे बढ़ना है. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിചയമായ, എല്ലാ ആഴ്ചയിലും 1-2 പ്രാവശ്യമെങ്കിലും നാം ആവർത്തിക്കുന്ന ബൈബിളിൽ ഒരു കഥാപാത്രമാണ് ദാവീദ്. और दाऊद के बारे में हम सब जानते हैं, हर हफ्ता दाऊद के बारे में जरूर जिक्र करता है. ദാവീദിന്റെ ശുശ്രൂഷയ്ക്കുള്ള ദൈവിക നിയമനത്തെ സംബന്ധിച്ചാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. और आज पढ़ा हुआ वचन के आधार पर दाऊद को किस प्रकार खुदा ने अपने खिदमत में इस्तेमाल किया करके लिखा. ഇവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു ദൈവിക ദൂത്, यहाँ पर हम समझने वाले एक बात, ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, यदि खुदा ने हमारे लिए कुछ नियुक्त किया है तो നമുക്ക് മുന്നമേ ഒരുപക്ഷെ അതിലേക്ക് അനേക പ്രിയപ്പെട്ടവർ നടന്നു ചെന്നേക്കാം. और शायद कई लोग वो पाने के लिए हमसे पहले चल पड़ा होगा. നമ്മോടൊപ്പം അനേക പ്രിയപ്പെട്ടവർ നടന്ന് അതിലേക്ക് അടുത്തേക്കാം. और हमारे साथ शायद कई लोगों प्राप्त करने के लिए हमारे साथ साथ चलते होंगे. നമുക്ക് പുറകിലുള്ള പല പ്രിയപ്പെട്ടവരും വളരെ വേഗത്തിൽ നടന്ന് അതിലേക്ക് അടുത്തു വന്നേക്കാം. हमारे पीछे आने वाले कुछ लोग हमारे साथ साथ चलकर वो पाने के लिए बहुत जल्दी वहां पर पहुंच सकते हैं. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണെങ്കിൽ മുൻപേ ആരതിലേക്ക് നടന്നു വന്നാലും, നമ്മോടൊപ്പം ആരതിലേക്ക് നടന്നു വന്നാലും, പുറകിലുള്ള പല പ്രിയപ്പെട്ടവർ നടന്ന വേഗത്തിൽ അതിലേക്ക് എത്തിച്ചേർന്നാലും നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടത് നിനക്ക് വേണ്ടി മാത്രം ദൈവം വേർതിരിച്ചിരിക്കും. ഇന്ന് പകൽക്കാല ശുശ്രൂഷകന്മാർ ഉത്തമമായ ബോധ്യത്തോടുകൂടെ അത് മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. और आज सुबह का समय इस बात को स्पष्ट हम समझना चाहिए, चाहे पीछे कितने आए, आगे कितने दौड़े, आपके लिए और मेरे लिए खुदा रखा हुआ वो आपको और मुझको मिलेंगे. चाहे कोई भी कुछ भी बोले करे, लेकिन आपको मिलने वाले बात आपको मिलेंगी. ദാവീദിന്റെ നിയമനം എന്നുള്ളത് दाऊद के नियुक्ति ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് ദൈവാത്മാവ് മാറ്റി. और परमेश्वर के आत्मा शाऊल को अपने जगह से हटा दिया. അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നിരിക്കുകയാണ്. और वहां पर वो जगह खाली हो गया. കേവലം ഒരു വേക്കൻസി നികത്തുവാൻ വേണ്ടി, ഒരു കസേര ഫില്ല് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒന്നല്ലായിരുന്നു ദാവീദിന്റെ നിയമനം. वो जगह पूरा कर, खाली जगह को पूरा करने के लिए एक नियुक्ति नहीं था. दाऊद को परमेश्वर ने नियुक्त किया. നമ്മളൊക്കെ സാധാരണ പറയുന്ന പോലെ അവനൊരു ലോട്ടറി അടിച്ചതുമല്ല. हम ये नहीं सोचना दाऊद को एक लॉटरी मिला है, वो नहीं है. ദൈവത്തിന്റെ വചനം പറയുന്നു, ദാവീദിന്റെ നിയമനം അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കൃത്യമായ ആമേൻ. ബോധ്യത്തിൽ നിന്നുള്ള നിയമനമായിരുന്നു. और वास्तव में दाऊद का नियुक्ति उसके लिए खुदा ने रखा और खुदा ने देखा और खुदा ने सोचा हुआ था. എന്നെ കേൾക്കുന്ന ശുശ്രൂഷക വൃന്ദത്തോട് ഞാൻ ഒരു കാര്യം പറയുന്നു. मुझे सुनने वाले और दासों से एक बात मैं बताना चाहता हूं. ആരെങ്കിലും ഒഴിഞ്ഞു മാറിയതുകൊണ്ട്, ഒഴിവായതുകൊണ്ട് സ്ഥാനം നികത്തുവാൻ വേണ്ടി നീ ആ സ്ഥാനത്ത് വന്നതല്ല. कोई भी जगह खाली रहा इसलिए उस जगह पे आपको लगाया गया, ऐसा कभी नहीं सोचना. ദൈവത്തിന് നിന്നെ കുറിച്ച് ഉത്തമമായ ബോധ്യമുണ്ടായിട്ട് ആമേൻ. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ നിയമിച്ചിരിക്കുന്നതാണ്. और परमेश्वर ने आपको खिदमत के लिए देखा, इसलिए खुदा ने आपको खिदमत के लिए नियुक्त किया है. ദൈവം ദാവീദിനെ ബോധിച്ചു. और परमेश्वर ने दाऊद को चाहा.
ദൈവം ദാവീദിനെ കുറിച്ച് പറയുന്ന രണ്ട് സാക്ഷ്യവാക്കുകളിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. और दाऊद के बारे में खुदा क्या गवाही दे रहे, वो दो बात वहां पर लिखा है. ഒന്ന്, അവൻ എനിക്ക് ബോധിച്ച പുരുഷനാണ്. और पहली बात, मैं दाऊद को चाहता हूं. രണ്ട്, അവൻ എന്റെ ഹിതം ഒക്കെയും ചെയ്യും. दूसरे उसके बारे में कहते वो मेरी इच्छा को पूरा करेगा. ദൈവത്തിന് ആരെയാണ് ബോധിക്കുന്നത്? और आप देखें खुदा किसको चाहता है. വളരെ ലളിതമായി പറഞ്ഞാൽ ദൈവത്തെ ആർക്ക് ബോധിക്കുന്നുവോ അവരെ ദൈവത്തിന് ബോധിക്കും. जो इंसान खुदा को चाहता है वो इंसान को खुदा चाहता है. അത് മനസ്സിലാക്കുവാൻ വേണ്ടി വളരെ ലളിതമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് वो പറയാം. आपको समझाने के लिए एक एग्जाम्पल देता हूं. സാധാരണയായി നമ്മുടെ ഇടയിലൊക്കെ സംസാരിക്കുമ്പോൾ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നാം പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞാൽ അവൻ അതുപോലെ അനുസരിക്കും. और आप देखें साधारण रीति में हम कहता है, कभी कभी हम बोलता है हमारे बातों में, हाँ मैं कहे तो वो वैसे ही करता है. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. और मैं यदि बोलूं तो वो सुनेगा. ഞാൻ പറഞ്ഞാൽ അത് വിട്ട് ഒന്നും അവൻ ചെയ്യില്ല. यदि मैं बोलूं वो मेरे बातों को कभी भी टालता नहीं. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? और ये बोलने का मतलब क्या है? ഒരു വ്യക്തിയോട് മറ്റാര് പറഞ്ഞാലും അവൻ അനുസരിക്കാതിരിക്കുമ്പോൾ എനിക്കൊരു ബോധ്യമുണ്ട്, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. और आप देखें यदि एक व्यक्ति से कोई भी बात करे वो मानता नहीं, आपके अंदर मेरे अंदर ये विचार है मैं बोले तो वो जरूर करेगा. എന്തുകൊണ്ടാണ് മറ്റാര് പറഞ്ഞിട്ടും അനുസരിക്കാത്ത ആ വ്യക്തി ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമെന്ന ആ വ്യക്തിയെ കുറിച്ച് എനിക്കൊരു ബോധ്യമുള്ളത്? और आप देखें उस व्यक्ति के बारे में हमारे अंदर ऐसा विचार क्यों आया? कोई भी उसको बोलने से वो ना माने तो भी मैं बोले तो वो जरूर मानेगा. ലളിതമായി പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് തന്നേക്കാൾ അധികം വിശ്വാസം എന്നെ ഉണ്ടെന്നുള്ളതാണ്. और आप देखें उस व्यक्ति के अंदर मेरे बारे में या मुझे उस व्यक्ति के अंदर इतना विश्वास है. ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറയുന്ന കാര്യം താൽക്കാലികമായി നന്മയ്ക്ക് കാരണമായി ഭവിക്കുന്നില്ല എന്ന് തോന്നാമെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിന് നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് ഞാനെന്ന ഉത്തമ ബോധ്യം അയാൾക്കുണ്ട്. और आपको मालूम है यदि उस व्यक्ति से जो मैं बात करता हूँ वो बात उनके लिए अच्छा नहीं है तो भी उनके भलाई को मैं चाहने के कारण जो भी मैं बोलूं वो अच्छा है करके वो समझता है. രണ്ട് കാര്യം അതിനകത്തും ബോധ്യമാകാം. और दो बात उसमें से प्रकट है. ഒന്ന്, ആ വ്യക്തി അദ്ദേഹത്തെക്കാൾ അധികമായി എന്നെ വിശ്വസിക്കുന്നു. और पहली बात वो व्यक्ति उससे ज्यादा मुझसे विश्वास करता है. രണ്ട്, ആ വ്യക്തി തന്നെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു. और वो व्यक्ति उससे ज्यादा मुझसे प्रेम करता है. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഉളവായി വരുന്നത് അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു പ്രവൃത്തിയാണ്. और इसलिए जब भी जो भी बात मैं उससे कहूं वो प्यार का नतीजा और विश्वास का नतीजा है. എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്നേക്കാൾ അധികം ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, എന്നേക്കാൾ അധികം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. मैं क्यों प्रभु से प्यार करता हूं, मैं उसको मानता हूं, मैं उससे ज्यादा उससे प्यार करता हूं और उस पर विश्वास करता हूं. ആത്യന്തികമായി എന്റെ നന്മയ്ക്കുള്ള കാര്യങ്ങൾ മാത്രമേ എന്റെ ദൈവം എന്നോട് കൽപ്പിക്കുകയുള്ളൂ എന്നുള്ള ദൈവത്തിലുള്ള എന്റെ ബോധ്യമാണ് എന്നെ ബോധിക്കുവാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത്. और मुझे चाहने का कारण क्या है? और खुदा से मैं प्यार करता हूं, जो भी खुदा कहते हैं मानेंगे करके वो विश्वास खुदा के अंदर मेरे बारे में है. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തെ നിങ്ങൾ എത്രമാത്രം ബോധ്യപ്പെട്ടിട്ടുണ്ടോ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിന് നിങ്ങളെ ബോധിക്കുന്നത്. और आप कितने खुदा को चाहता है उतना खुदा आपको भी चाहता है. കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്ന കൂട്ടത്തിൽ ഒന്നാമതായി അവരെ വിളിക്കുന്നത് തന്നെ അനുഗമിക്കുവാൻ വേണ്ടിയാണ്. और यीशु मसीह शागिर्दों को खिदमत के लिए बुलाते समय पहले उनको इस बात का आह्वान करता है, मुझे मेरे पीछे हो ले. അനുഗമിക്കുവാൻ വിളിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്, അത് ദാസനായിരിക്കുക, ശിഷ്യനായിരിക്കുക എന്നുള്ളതാണ്. और जो मसीह के पीछे चलता है उनके लिए खुदा रखा हुआ एक जगह है, आप मेरे दास बनो. തന്നെ അനുഗമിക്കുന്ന ദാസന്മാർക്ക് ദൈവം ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമുണ്ട്,
അത് ലോകമെങ്ങും സാക്ഷികളാവുക എന്നുള്ളതാണ്. और जो मसीह के पीछे चलता है उसको खुदा एक जिम्मेवारी देता है. वो जिम्मेवारी है सारे दुनिया में कलाम का प्रचार करो. പ്രിയമുള്ളവരെ, ദാവീദ് ദൈവത്തിന് ഹിതപ്രകാരമായി ഉള്ളവനായി മാറുവാൻ താൻ ചെയ്തത് എന്താണെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. और बाइबल में परमेश्वर के इच्छा किस प्रकार दाऊद पूरा किया है करके वहां पर नहीं लिखा. ചിലപ്പോൾ തന്റെ പ്രാർത്ഥനയായിരിക്കാം, തന്റെ ഉപവാസമായിരിക്കാം, താൻ സംഘടിപ്പിച്ച വലിയ കോൺഫറൻസുകളായിരിക്കാം, ദൈവാലയത്തിന് വേണ്ടിയുള്ള തന്റെ ആഗ്രഹമായിരിക്കാം, എന്ത് തന്നെയാകട്ടെ. और दाऊद किस रीति में खुदा को खुश किया करके हमें नहीं मालूम. शायद उनका प्रार्थना की जिंदगी या बात मानने की जिंदगी चाहे कुछ भी हो जाए. എന്നാൽ ഒരു കാര്യം വാസ്തവമാണ്, ഒരു മനുഷ്യനും അറിയാൻ പാടില്ലാത്തതും ദൈവത്തിന് മാത്രം അറിയാവുന്നതുമായ ചില ഗുണങ്ങൾ ദൈവം അവനിൽ ദർശിച്ചിരുന്നു. और आप एक बात अच्छी तरह समझना चाहिए, दाऊद में खुदावन कुछ अच्छा गुण देखा, वो बात केवल खुदा को ही पता है. പ്രിയമുള്ള ദൈവദാസന്മാരെ, രഹസ്യമായി ചെയ്യുവാൻ കർത്താവ് ചില കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട്. और बिल्कुल चुपचाप करने वाले कुछ काम बाइबल में प्रभु ने हमें दिया हुआ है. അത് പ്രാർത്ഥന രഹസ്യമായിരിക്കണം. और प्रार्थना जब भी हम करें वो बिल्कुल चुपचाप रहस्य में होना चाहिए, सीक्रेट में. ഉപവാസം രഹസ്യമായിരിക്കണം. और उपवास जब भी हम करते हैं वो बड़े प्रकटित रूप में नहीं होना चाहिए. നീ കൊടുക്കുന്നത് രഹസ്യത്തിലായിരിക്കണം. और जब हम दान देते हैं वो भी बिल्कुल रहस्य में देना चाहिए. രഹസ്യമായി ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെട്ടത് രഹസ്യമായി ചെയ്താലേ അത് ശരിയാവുകയുള്ളൂ. और जब हम बिल्कुल रहस्य में गुप्त बातों में जो भी करता है वो ऐसे ही होना चाहिए. അതിന്റെ അർത്ഥം ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു നോട്ടീസ് അടിക്കുന്നതോ അതിൽ പങ്കെടുക്കേണ്ടവർ അറിയത്തക്കവണ്ണം ഒന്ന് അനൗൺസ് ചെയ്ത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. और मैं ये नहीं कह रहा हूँ उपवास प्रार्थना जब आप करते हैं किसी को पता ना लगे, कन्वेंशन में नोटिस छपवा के किसी को ना बुलाए, वो मीनिंग नहीं है उसमें. പക്ഷെ ദൈവം പറയുന്നു, പ്രാർത്ഥനയും ഉപവാസവും കൊടുക്കലും അതിന്റെ റിവാർഡ് നിനക്ക് കിട്ടണമെങ്കിൽ അത് രഹസ്യമായിരിക്കണം. और परमेश्वर के वचन कहता है जब भी आप प्रार्थना करता है और जब भी दान देते हैं, जब भी उपवास करता है, ये जो है बिल्कुल गुप्त, ताकि उसको बहुत विस्तार रूप में लोगों को प्रकट कर नहीं. ഒരു മനുഷ്യനും അറിയാതെ രഹസ്യമായി നീ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് പരസ്യമായി ദൈവം മറ്റൊരിക്കൽ നിന്നെ ഉയർത്തുന്നവനാണ്. आप यदि गुप्त रीति में किसी के लिए कुछ भी आपने किया है तो खुदा सबके सामने आपके लिए उसका प्रतिफल देने वाला परमेश्वर है. രണ്ടാമതായി, ക്രിസ്തീയ ജീവിതത്തിൽ ശുശ്രൂഷകന്മാർക്ക് ഒരു രഹസ്യ അച്ചടക്കം കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. और दूसरा, मसीही सेवकों को एक अच्छा स्वभाव होना चाहिए. वो स्वभाव ये है आज्ञा मानने का एक स्वभाव. ഞാൻ ഓർക്കുകയാണ്, മടക്കാലയിൽ ദീർഘനാളുകൾ കൺവെൻഷൻ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കോശി സാറിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായാൽ എല്ലാവരും വളരെ അച്ചടക്കമുള്ളവരാ. और मैं यहाँ पर पास्टर टीजी कोशी हम सब जानते हैं, यदि वो स्टेज में बैठा है तो वहां पर पूरा वातावरण बिल्कुल साइलेंट चुपचाप हो जाता है. കോശി സാറിന്റെ കണ്ണെത്താത്ത സ്ഥലങ്ങളിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണെത്തുന്നുണ്ട്. जहां पर कोसार का आंग नहीं पहुंचता वहां पर खुदा का आंग पहुंचता है. നാം ഏതെങ്കിലും ഒരാളുടെ മുൻപിലല്ല ക്രിസ്തീയ ജീവിതത്തിന്റെ അച്ചടക്കം സൂക്ഷിക്കേണ്ടത്, സ്വർഗത്തിലെ ദൈവത്തിന് മുൻപാകെയാണ്. हम इस बात को अच्छी तरह समझना, दूसरों के सामने दिखाने के लिए कुछ नहीं करना, खुदा के महिमा के लिए हम करना है. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. दाऊद की जिंदगी के एक बात मैं आपको बताना चाहता हूँ. ഒരിക്കൽ താൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം തന്നെ നേരെ വന്നു. और एक बार भेड़ बकरी को चराते गया था, उस समय एक शेर आया उसको पकड़ने के लिए, ഒരു കരടി തന്നെ നേരെ വന്നു. और एक चीता उनके सामने आ गया. അദ്ദേഹം ആ മൃഗങ്ങളെ വളരെ വേഗത്തിൽ വലിച്ചു കീറി കളഞ്ഞു. वो दोनों जानवर को वो पकड़कर फाड़ दिया करके लिखा है. കേൾക്കുമ്പോൾ തോന്നുന്നത് വളരെ രസകരമായ और കാര്യമാണ്. जब हम ये बात सुनने के समय बड़ा हमें हंसी आ जाता है.
ഒരാടിനെ അരമണിക്കൂർ കൊണ്ടടക്കാൻ പറ്റാത്ത നമ്മളാണ് ഒരു സിംഹത്തിൽ കയറാൻ പോകുന്നത്. एक बकरी को हम चला नहीं पाता, एक शेर को कैसे हम फाड़ सकता है. ദാവീദ് ഈ ചെയ്തപ്പോൾ ആരും വീഡിയോ എടുക്കാനില്ലായിരുന്നു. और दाऊद किस प्रकार ये काम किया, इसी तरह और कोई किया नहीं है. ഒരു മനുഷ്യൻ കാണാനില്ലായിരുന്നു. और एक भी व्यक्ति वो देखा नहीं है. ഒരുപക്ഷെ ഞാനൊക്കെയാണ് ചിന്തിക്കും, यदि मैं हो तो मैं ऐसा सोच सकता है. നമ്മുടെ നേതാക്കന്മാരെല്ലാം കൂടി ഇരിക്കുന്ന വേദിയിൽ ദൈവം എന്നെ ഉപയോഗിച്ചാൽ എത്ര നന്നായിരുന്നു. और मैं ये सोचते हैं जब सभी लोग बैठे हैं उनके सामने ये काम मैं किया होता तो कितना अच्छा था. പക്ഷെ ഈ മഹാജയം നൽകുവാൻ, വിജയം പ്രാപിക്കുവാൻ വേണ്ടി ദൈവം ദാവീദിനെ ഉപയോഗിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുറെ ആടുകൾ മാത്രമാണ്. आप देखें जब दाऊद शेर को फाड़ा और चीता को फाड़ा, उस समय कोई भी इंसान नहीं देखा, केवल वहां पर भेड़ बकरी थे और कोई नहीं था. ഈ ആടുകൾക്കാണെങ്കിൽ സംസാരിക്കാനും പറ്റൂല. और ये जो बकरी भेड़ जानवर वो बातें कर नहीं सकता. പ്രിയമുള്ള ദൈവജനമേ, ദാവീദ് ഒരിക്കൽ നമ്മുടെ സഭായോഗത്തിൽ വന്നു എന്ന് നിങ്ങൾ അങ്ങ് വിചാരിക്കുക. और आप सोचो एक दिन दाऊद हमारे सभायोग में या हमारे आराधना के मध्य में वो आ गया. സമയം കൊടുത്തു ദൈവദാസൻ ദാവീദ് സാക്ഷ്യം പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. यदि दाऊद को आप थोड़ा समय दे दी वो अपना गवाही देने के लिए, കാരണം ഈ മഹാത്ഭുതം എവിടെയെങ്കിലും ഒന്ന് പറയണ്ടേ, 10 പേര് കേൾക്കണ്ടേ. ये बात जो उसने किया हुआ घटना कहीं ना कहीं तो बताना चाहिए. ആദ്യം സിംഹത്തിന്റെ കാര്യം അങ്ങ് പറയാൻ വേണ്ടി തുടങ്ങി. और दाऊद शायद, मेरा अनुमान है शायद दाऊद शेर के बारे में बताना शुरू की. സിംഹത്തിന്റെ കാര്യം പറഞ്ഞു തീർന്നപ്പോ തന്നെ തന്ന സമയം തീർന്നു. और जब शेर के बारे में बोला तो उनको दिया हुआ समय खत्म हो गया. കരടിയുടെ കാര്യം പറയാൻ തുടങ്ങിയപ്പോ പിള്ളേര് പറയാൻ തുടങ്ങി, തള്ളു കേൾക്കാൻ തുടങ്ങി. എത്ര നേരമായി. और आप देखें जब अगले जानवर के बारे में जब बोलने के लिए शुरू किया उस समय लोग पीछे से कमेंट करना शुरू की. ഒരു ഭയങ്കര ധർമ്മ സങ്കടത്തിലായി കാണും ദാവീദ്. और शायद उस समय बड़ा दुखी हो गया होगा दाऊद. ഒരു നല്ല പ്രസംഗം പ്രസംഗിച്ചാൽ, एक अच्छा प्रचार करे, ഒരു രോഗിയെ സൗഖ്യമാക്കിയാൽ, एक बीमार को चंगा करे, നമ്മളിലൂടെ ഒരു അത്ഭുതം നടന്നാൽ, यदि हमारे जीवन के द्वारा एक अद्भुत काम हो അത് जाए, എത്ര വേഗം ഏതെല്ലാം രാജ്യങ്ങളിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും വേഗം എത്തിക്കണം. और देखो हमारा विचार क्या होगा, जो भी काम मेरे द्वारा हुआ वो हर जगह फैल जाए. അതാണ് ഇന്നത്തെ ഒരു ട്രെൻഡ്. आजकल के लोगों के मन का विचार, जो काम मैं करता हूं वो लोग देखे. പക്ഷെ ദൈവം രഹസ്യമണ്ഡലത്തിൽ ഒരു മനുഷ്യനും അറിയാതെ ചില ശക്തികളെ ജയിക്കുവാൻ വേണ്ടി നിന്നെ സഹായിച്ചുവെങ്കിൽ, അതാരും അറിയാത്തത് കൊണ്ട് നീ ഭാരപ്പെടേണ്ട. ലോകമറിയുന്ന ഒരു ജയത്തിന് വേണ്ടി ഒരു താഴ്വര ദൈവം നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. यदि आप किया हुआ एक काम दुनिया में कोई भी नहीं देखा है तो भी सर्वशक्तिमान परमेश्वर आप जो कार्य किया वो देख रहा है करके समझना है. രഹസ്യ ജീവിതത്തിൽ ജയമെടുക്കുന്നവർക്ക് വേണ്ടി പരസ്യമായ ഒരു അനുഗ്രഹം ദൈവം കാത്തുവച്ചിരിക്കുന്നു. यदि गुप्त में किसी को भी ना बताते हुए जो भी कार्य आप करते हैं और सबके सामने उसका रिवॉर्ड प्रतिफल खुदा आपको देता है. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. एक और बात मैं बताना चाहता हूं. ഈ കരടിയും സിംഹവും ആക്രമിച്ച ദാവീദിന്റെ ജഡത്തെയാണോ ആത്മാവിനെയാണോ? और आप देखें दाऊद के सामने दाऊद को फाड़ने के लिए या नष्ट करने के लिए शेर और चीता आ गया, उसके आत्मा को घात करने के लिए या शरीर को घात करने के लिए आए. ആത്മാവിനെ കൊല്ലുവാൻ കരടിക്കും പറ്റൂല, ബോംബിനും പറ്റൂല, ആയുധങ്ങൾക്കും പറ്റൂല. आत्मा को नाश करने के लिए किसी से नहीं हो सकता. പക്ഷെ മറ്റൊരു കാര്യം പറ്റും. एक और काम वो कर सकता है. ദാവീദിന്റെ ജഡത്തെ കീഴ്പ്പെടുത്തിയാൽ അവന്റെ ആത്മാവിനെയും ജഡത്തെയും നമ്മൾ വേർതിരിക്കാൻ പറ്റും. और आप देखें यदि जानवर कोई भी हो दाऊद के शरीर को नाश करेगा तो आत्मा को शरीर से अलग कर सकता है. ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നു. ദൈവ സാന്നിധ്യത്തെ നിന്നിൽ നിന്നും വേർതിരിക്കുവാൻ വേണ്ടി നിന്റെ ജഡത്തെ കീഴ്പ്പെടുത്തുവാൻ വരുന്ന സിംഹങ്ങളെ നിനക്ക് നശിപ്പിക്കുവാൻ പറ്റിയില്ലെങ്കിൽ ശുശ്രൂഷയിൽ നീ ഒരു പരാജയമായിരിക്കും. और आप देखें आपके शरीर को नाश करने के लिए या आत्मा को या कुछ भी हो, जिस तरह नाश करने के लिए आने वाला उस अंधकार के सामर्थ्य के ऊपर अब फत्ता पाना बहुत जरूरी है. ഒരിക്കൽ ഒരു ശത്രുവിനെ ജയിച്ചു, കീഴ്പ്പെടുത്തി, ജയം പ്രാപിച്ചു. എന്നാൽ തുടർമാനമായി ഈ ശത്രു നിന്നോട് പോരാടിക്കൊണ്ടിരിക്കും. आप देखिए एक बार आप अपने शरीर को शत्रु से जय पाया, बार बार शरीर के ऊपर हमला होते रहेंगे. ആരുമില്ലാത്ത ഒരു സ്ഥാനത്ത്
ജഡത്തെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി വന്ന കരടിയെയും സിംഹത്തെയും ജയിച്ച അതേ ദാവീദ്, और आप देखें जहां पर कोई भी नहीं था, उनके शरीर को नाश करने के लिए आया हुआ जानवर, या उसी जगह पे दाऊद ഒരിക്കൽ തന്റെ കൊട്ടാരത്തിൽ ഉലാവുമ്പോൾ ഒരു കാഴ്ച കണ്ടു. और आप देखें दूसरा एक घटना दाऊद के जीवन में आई. एक बार वो अपने महल के ऊपर, कोठी के ऊपर जब चल रहा था, उस समय क्या हुआ? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. ഒരു സിംഹത്തെ കീഴ്പ്പെടുത്തി വലിച്ചു കയറുവാൻ വേണ്ടി നാം എത്രമാത്രം ആരോഗ്യം വിനിയോഗിക്കണമോ അതാണോ എളുപ്പം, ഈ കണ്ണ് ഒന്ന് അടയ്ക്കുന്നതാണോ? और आप देखें दाऊद जिस समय अपने कोठी के ऊपर चल कर देखा, शरीर को बचाने के लिए शेर के साथ कितना लड़ना है, क्या उतना शक्ति उपयोग करना पड़ेगा आंख थोड़ा समय बंद करने के लिए? ശരീരത്തിലെ ആരോഗ്യം ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ ആ യൗവന പ്രസരിപ്പോടുകൂടെ മുഴുവൻ വിനിയോഗിച്ച ദാവീദ് മറ്റൊരിക്കൽ കടന്നു വന്ന ഒരു കാഴ്ച, ഒരുപക്ഷെ അതിന് വളരെ നിസാരമായ കൺപോളയും നടച്ചാൽ മാത്രം മതി, ഒരു വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. പക്ഷെ പറ്റാതെ പോയി. आप इस बात को अच्छी तरह समझना चाहिए. शेर के सामने कितने अच्छी तरह शेर को फाड़ दिया, जय पाया, लेकिन वो अपने महल के ऊपर जब शाम के समय चलने के समय दूर एक औरत नहाते हुए देखा, उस समय दाऊद अपने आंख बंद कर सकता था, लेकिन बंद नहीं की. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട് ഞാനൊരു കാര്യം പറയുന്നു. ദൈവിക സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്നും വേർപെട്ടാലും ഒരുപക്ഷെ സഭാ ശുശ്രൂഷയിൽ കുറെ നാൾ തുടരാൻ പറ്റേക്കാം, പക്ഷെ നിങ്ങൾ ഒരു പരാജയമായി മാറും. और आप देखें परमेश्वर का आत्मा और प्रभु का शक्ति हमारे जीवन से निकल जाए तो भी अब कलीसिया का पास्टर बन सकता है, लेकिन वो ज्यादा लंबा समय कितमत में आगे बढ़ नहीं पाएगा. ദൈവ സാന്നിധ്യം എപ്പോഴാണോ നമ്മിൽ നഷ്ടമാകുന്നത്, അപ്പോൾ തന്നെ നാമും നമുക്ക് ചുറ്റുമുള്ളവരും അവരുടെ ഇടയിൽ നാം ഒരു പ്രശ്നക്കാരനായി മാറിക്കൊണ്ടേയിരിക്കും. और आप देखें परमेश्वर का उपस्थिति हमारे जीवन से जब दूर हो जाता है, हम दूसरों के लिए एक बड़ा सिरदर्द का कारण बन जाता है. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ശൗലിനെ ദൈവസ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും താൻ രാജാവായി തുടരുകയാണ്. और आप देखें पहले सामुएल की किताब 16 अध्याय में शाऊल को राजा के जगह से हटा दिया, तो भी वो राजा बनकर रह रहा था. ഒരു രാജാവിന് വേണ്ട ദൈവിക ശക്തി ഇല്ലാത്ത രാജാവ്, और वो राजा एक राजा को होने का शक्ति ताकत ना रखते हुए राजा के जगह पे कंटिन्यू कर रहा है. ശക്തി ഇല്ലെങ്കിലും അവൻ രാജാവായി തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ദൈവം അവനെ കുറിച്ച് ആഗ്രഹിച്ച രാജീയ ദൗത്യങ്ങൾ പരാജയപ്പെട്ടു. और आप देखें राजा के पदवी में वो रह रहे, लेकिन राजा होने का शक्ति नहीं है, लेकिन वो काम पूरा उनसे हो नहीं पा रहा था. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരാൾക്കൂട്ടത്തിന് നടുവിൽ യാത്ര ചെയ്യുവാനല്ല. और परमेश्वर हमसे ये नहीं चाहता हम एक बड़ा झुंड को लेकर चले, एक बड़ा झुंड के बीच में रहे. നമ്മിലൂടെ അനേക പ്രിയപ്പെട്ടവർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാനാണ്. परमेश्वर हमारे जीवन के द्वारा क्या चाहता है, हमारे जीवन के द्वारा बहुत सारे लोग छुटकारा पाए. ഞാൻ ഈ യോഗം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഓരോ സ്പൂൺ പഞ്ചസാര തരികയാണെന്ന് വിചാരിക്കുക. और आप मान लो, सोच लो, ये बंदगी के बाद हर एक को एक एक चम्मच चीनी में दे रहा हूं. പഞ്ചസാര കഴിച്ചവരെല്ലാം വീണ്ടും വീണ്ടും പഞ്ചസാരയ്ക്ക് എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കും. जो लोग चीनी खाया वो बार बार मेरे पास चीनी लेने के लिए आ रहे. ഈ ഞായറാഴ്ച വന്നവർ അടുത്ത ഞായറാഴ്ചയും വരും. और इस संडे आए हुए लोग वो अगले संडे भी चीनी के लिए आएगा. കാരണം പഞ്ചസാര എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. और चीनी सभी को अच्छा लगता है. എന്നാൽ ഞാൻ ഇന്ന് യോഗം കഴിഞ്ഞ് ഓരോ സ്പൂൺ ഉപ്പ് നിങ്ങൾക്ക് തരികയാണെന്ന് വിചാരിക്കുക. और आप समझ लो, यदि आज के बंदगी के बाद सबको एक एक चमक ये जो चम्मच नमक में दे तो ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ ഇടയിലുണ്ട്. और ऐसा एक कहावत है, जो नमक खाएगा वो पानी पिएगा करके. ഉപ്പ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഓരോരുത്തരും എന്റെ അടുത്ത് വരില്ല. और जो नमक खाया हुआ कोई भी मेरे पास बार बार नहीं आता. പിന്നീട് എന്താ ചെയ്യുന്ന, ഉപ്പ് തിന്നവരെല്ലാം വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും. और आप देखें जो लोग नमक खाता है, पानी के लिए जहां पानी मिलता
पानी के पास चले जाता है। ശുശ്രൂഷകന്മാരെ, ശുശ്രൂഷയിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? और मैं ये पूछना चाहता हूँ, खिदमत करो, आप अपने खिदमत का उद्देश्य क्या है करके समझना। ആളുകൾ എപ്പോഴും വട്ടം കൂടി നിൽക്കുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം? और चारों तरफ लोग आपके खड़े हो जाए, क्या वो देखना चाहते हो? നിങ്ങൾ അവരുടെ ഒരു ഹീറോ ആയി മാറുന്നതാണോ നിങ്ങളുടെ ലക്ഷ്യം? आप उनके बीच में एक बड़ा महान बनकर रहना आप चाहते हो? അതോ നിങ്ങളുടെ അടുത്ത് വരുന്നവർ ജീവജലം കൊടുക്കുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് ഓടിയെടുക്കണമെന്നുള്ളതാണോ? ഏതാണ് നിങ്ങളുടെ ലക്ഷ്യം? क्या आपके जिंदगी का लक्ष्य क्या है? जो भी लोग आपके पास आता है वो हमेशा की जिंदगी देने वाला खुदा को जानना चाहिए। ദൈവം നിയോഗത്താൽ നിയമിക്കപ്പെട്ട ശുശ്രൂഷകന്മാരാണ് എന്റെ മുൻപിൽ ഇരിക്കുന്നത്. और आप मेरे सामने आप जो जितने भी बैठे हैं, परमेश्वर नियुक्त किया हुआ खुदा के कादिम लोग बैठे हैं। ഒന്നാമതായി നമ്മുടെ നിയമനത്തെ കുറിച്ച് ഉത്തമമായ ബോധ്യം और നമുക്കുണ്ടായിരിക്കണം. परमेश्वर ने हमें नियुक्त किया है, ये विचार हमारे मन के अंदर हमेशा रखना है। അതോടൊപ്പം ആ നിയമനത്തിന് വേണ്ട ശക്തിയും അവൻ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. और खुदा ने हमें नियुक्त कर कर छोड़ा नहीं है, वो निभाने का शक्ति और सामर्थ्य भी खुदा दिया है। ആ ശക്തി ചോർന്നു പോകാതെ നമ്മെ തന്നെ സൂക്ഷിച്ചു മുന്നേറുവാൻ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. खुदावंद हमें दिया हुआ शक्ति हमारे जीवन से जाने नहीं देना, हम अपने आप को संभालना बहुत जरूरी है। ഒരിക്കൽ യേശു രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയെ തൊട്ടു. और यीशु मसीह एक बार लहू बहने वाले बीमारी के साथ घर से एक औरत को छुआ है। അവർ രണ്ടുപേരും തമ്മിൽ ഒരു സ്പർശനം ഉണ്ടായപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. और जब वो स्त्री यीशु के कपड़ा को छुआ, उस समय यीशु में से शक्ति निकल गया। യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് കൊണ്ട് അവൾക്ക് സൗഖ്യമായി. और आप देखें यीशु मसीह से जो सामर्थ्य निकला, वो स्त्री चंगे हो गई। ഒരു രോഗിയെ സൗഖ്യമാക്കുവാൻ ശക്തി പുറപ്പെട്ടത് കൊണ്ട് യേശുവിന്റെ ശക്തിക്ക് ശോഷണം ഉണ്ടായില്ല. और आप देखें एक रोगी को चंगा करने के लिए यीशु मसीह के शरीर से जो शक्ति निकला, इसका मतलब ये नहीं है यीशु मसीह में शक्ति उतना कम हो गया करके नहीं सोचना। എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട് ഞാൻ പറയാം, 2023 പ്രശ്നങ്ങളെ നേരിട്ട ശക്തി കൊണ്ട് 24 നിനക്ക് മുന്നേറാനാവില്ല. और आप देखें 2023 में जितना शक्ति हमारे अंदर था, वो शक्ति से जो 2024 में हम जी नहीं सकता। 2024 നമ്മളെ കാത്തിരിക്കുന്നത് സുനാമി പോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളാണ്. 2024 में ये 23 में जितना परेशानियां होते रहो, उससे भी डबल परेशानी हो सकता है। എന്നാൽ അവയെല്ലാം ജയിക്കുവാൻ വേണ്ടി ദൈവം തന്നെ അമിതമായ ശക്തിയും കൃപയും നമ്മുടെ മേൽ പകരുവാൻ കഴിവുള്ളവനാണ്. लेकिन वो सारे बातों का सामना करने के लिए खुदा ने अपना विशेष अभिषेक आपको और मुझको दिया हुआ है। അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ശക്തിയെ പുതുക്കണം, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കണം, അത് രഹസ്യത്തിൽ ഇരുന്ന് ശക്തിയെ പുതുക്കണം. और इसलिए पवित्र आत्मा कहता है, शक्ति को हासिल करो, खुदा के हजूरी में इंतजार करो और शक्ति पाओ। നമുക്കറിയാമല്ലോ, ചന്ദ്രൻ പ്രകാശിക്കുന്നത് സൂര്യനിൽ നിന്ന് പ്രകാശം ആഗിരണം ചെയ്തുകൊണ്ടാണ്. और हम सब जानते हैं चंद्रमा प्रकाश देता है, लेकिन वो सूरज से प्रकाश को हासिल कर कर दुनिया को देते हैं। ഒരാഴ്ച സൂര്യൻ അങ്ങ് പണി മുടക്കിയെന്ന് വിചാരിക്കുക. आप मान लो यदि एक हफ्ता सूरज अपना रोशनी ना देते हुए बंद कर दिया तो, ഈ സൂര്യൻ ചന്ദ്രന് ഒരല്പം പോലും പ്രകാശം കൊടുക്കുന്നില്ല. और आप देखें सूरज चंद्रमा को जरा सा भी रोशनी ना दे तो, ആ സമയത്ത് ചന്ദ്രൻ ഒരു കറുത്ത ഗോളമായി മാറും. और आप देखें उस समय चंद्रमा का अवस्था क्या होगा, एक काला आकृति का एक गोल बनकर रहेगा। അപ്പോൾ ചന്ദ്രന്റെ പേര് ചന്ദ്രൻ തന്നെയാണ്. उसका नाम में कोई बदलता नहीं, ना नाम में कोई बदलावट है। ഒന്നുകൂടെ പറയുകയാണെങ്കിൽ പ്രകാശമില്ലാത്ത ചന്ദ്രൻ. और आप देखें प्रकाश ना देने वाला, ना होने वाला एक चंद्रमा। പ്രിയമുള്ളവരെ, ചന്ദ്രന് പ്രകാശിക്കുവാൻ സൂര്യന്റെ പ്രകാശം ഓരോ നിമിഷം ആവശ്യമായിരിക്കുന്നത് പോലെ, और चंद्रमा को प्रकाश देना है तो सूरज से वो प्रकाश को पाना, इस रीति में നമ്മുടെ ആത്മീക ശുശ്രൂഷയിൽ നമുക്ക് മുന്നേറുവാൻ കർത്താവിൽ നിന്ന് ദിനം ദിനം ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. इसलिए हमारे आत्मिक जीवन में खिदमत सही सलामत करने के लिए हर रोज खुदा से शक्ति हमें पाना चाहिए। സൂര്യനിൽ നിന്ന് ശക്തി പ്രകാശം കിട്ടിയില്ലെങ്കിൽ ചന്ദ്രന് പ്രകാശിക്കാൻ കഴിയുന്നില്ല. और सूरज से यदि रोशनी चंद्रमा को ना मिले तो चंद्रमा प्रकाश दे नहीं पाएगा।
പക്ഷെ സൂര്യൻ അപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കും. लेकिन सूरज उस समय में भी प्रकाश देते रहेगा. അതിന്റെ കാരണം ഒരു ഹീലിയം അതിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. और मालूम है उसके पीछे और खुदा ने उन्हें सामर्थ्य दिया हुआ एक अवस्था है. എത്ര പകർന്നാലും തർക്കമില്ലാത്ത, എത്ര പകർന്നാലും ചോഷണമില്ലാത്ത ഒരു കൃപയുടെ ഉറവിടമാണ് നമ്മുടെ കർത്താവ്. और आप देखें कितना भी सामर्थ्य और शक्ति और अनुग्रह लोगों को देते रहे, लेकिन खुदा में अनुग्रह और शक्ति का कमी नहीं आता. ശുശ്രൂഷ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങളെയും വേദനകളെയും അനുദിനം അതിജീവിച്ച് മുന്നേറുവാനുള്ള ദൈവകൃപ എപ്പോൾ വേണമെങ്കിലും കർത്താവ് നിങ്ങൾക്ക് തരും. और कितमत में आगे बढ़ने के लिए जो शक्ति और सामर्थ्य की जरूरत आपको है, किसी भी समय जरूरत है, उस समय खुदा आपको देने के लिए सामर्थ्य खुदा है. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? എബ്രായ ലേഖനം പറയുന്നു, എപ്പോഴാണോ അധികമായ കൃപ നിനക്ക് ആവശ്യമുള്ളത്, തുറക്കപ്പെട്ട കൃപാസനത്തിലേക്ക് നീ അടുത്ത് ചെല്ലണം. और इसलिए आपको और मुझको क्या करना है? इब्रानियों के खत में लिखा है, अनुग्रह के सिंहासन के सामने हियाव के साथ चलो, ताकि खुदा आपको अनुग्रह देता है. ശക്തി പുതുക്കുവാൻ വേണ്ടി നീ അടുത്ത് ചെല്ലുന്ന സഭ അറിയണ്ട, നേതൃത്വം അറിയണ്ട. നീ രഹസ്യമായി ശക്തി പുതുക്കുവാൻ വേണ്ടി കൃപാസനത്തോട് അടുത്ത് ചെന്നാൽ അവിടെ വെച്ച് നിനക്ക് നൽകപ്പെടുന്ന ശക്തി പരസ്യമായ ഒരു വേദിയിൽ നിന്നെ ഉപയോഗിക്കത്തക്കവണ്ണം, നിന്നെ ലോകമറിയത്തക്കവണ്ണം ഉയർത്തുവാൻ കഴിവുള്ളതാണ്. यदि आप खुदा के सामने घुटने बैठकर खुदा के शक्ति को हासिल करे और सबके सामने एक चमकने के लिए खुदा आपको इस्तेमाल करेंगे. രഹസ്യമായി ചെയ്യുവാൻ കർത്താവ് പറഞ്ഞ 3 കാര്യം മറന്നു പോകരുത്. और अब भूलना नहीं गुप्त रीति में करने वाले 3 कामों के बारे में. രഹസ്യമായി പ്രാർത്ഥിക്കണം, और प्रार्थना, രഹസ്യമായി और ഉപവസിക്കണം, उपवास, രഹസ്യമായി और കൊടുക്കണം. दान देने के विषय. രഹസ്യ മണ്ഡലത്തിൽ പകരപ്പെടുന്ന കൃപയും ശക്തിയും और खुदावन गुप्त रीति में हमें देने वाला शक्ति और कृपा, കൃത്യസമയത്ത് പരസ്യമായി നിന്റെ ഉയർച്ചയ്ക്ക് और കാരണമായി മാറും. उस कृपा और शक्ति सबके सामने खुदा आपको इस्तेमाल करने का कारण बन जाता है. ഇത് വിശ്വസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കരങ്ങൾ ഉയർത്തി ദൈവത്തെ यदि ये बात आप विश्वास करते हैं तो अपना हाथ उठाएं. സർവശക്തനായ ദൈവം നിങ്ങൾ എല്ലാവരെയും और അനുഗ്രഹിക്കുമാറാകട്ടെ. खुदावंद इस कलाम के द्वारा आप सबको अनुग्रह और आशीर्वाद दे. അവസരം നൽകിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ जो അവസാനിപ്പിക്കുന്നു. अवसर मुझे खिदमत करने के लिए दिया, उसको भी मैं धन्यवाद देता हूँ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുമാറാകട്ടെ. और खुदा को महिमा मिले.